അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു ചിക്കൻ കറി അങ്ങ് തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, ഒരു നാരങ്ങയുടെ ഹാഫ് എടുത്തിട്ട് അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളിയും പച്ചമുളകും കൂടി വഴറ്റിയെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു പിടി ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സവാള ഒന്ന് വഴലാൻ വേണ്ടി മാത്രം ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് പെരുംജീരകവും ഗ്രാമ്പുവും പട്ടയും കൂടെ ഒന്ന് ചതച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ അടികൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി ചിക്കനൊക്കെ ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ കുറച്ച് തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.